മിനിസ്ട്രീസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ആമുഖമായിട്ടുള്ള ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച്. നമ്മൾ 7 യുഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. നിങ്ങളത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്, നിങ്ങളത് കേൾക്കാത്തവർ എപ്പിസോഡ് പോയി യൂട്യൂബിൽ നിന്ന് കേൾക്കുക. അന്നേരം നമുക്ക് അറിയേണ്ട കാര്യം ഇതാണ്: കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി. ലൂക്കോസിൻ്റെ സുവിശേഷം 21 അധ്യായത്തിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു, ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശുക്രിസ്തു പറഞ്ഞ സകലവും സംഭവിക്കോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല. ഈ തലമുറ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഈ തലമുറയെന്നാണ് ശിഷ്യന്മാരെന്ന് ചിന്തിച്ച്. എന്നാൽ നമ്മുടെ തലമുറയിൽ ഇപ്പോഴേ നമ്മൾ കാണുന്ന ചേഞ്ചസ് എല്ലാം വെച്ച് നോക്കുമ്പോഴേ കർത്താവ് വരാറായി എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളതാണ്. നേരത്തെ പറഞ്ഞിരുന്നു 6000 വർഷത്തെക്കുറിച്ച് പറഞ്ഞു. 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നുകൊണ്ട് 7-ാം ദിവസം ശബത്ത് ദിവസം 7-ാം ദിവസമായിരുന്നു. അത് ദൈവത്തിൻ്റെ ദിനമാണത്. അതുകൊണ്ട് മനുഷ്യന് ഈ നാളുകളിൽ ഏറ്റവും ജാഗ്രതയോടുകൂടി കർത്താവിൻ്റെ വരവിന് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. പാപത്താൽ നിറഞ്ഞ ലോകം ശാപഗ്രസ്തമായി തീർന്നു. എല്ലാ സൃഷ്ടിയും കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്തിരിക്കുകയാണ്, ശാപഗ്രസ്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായിട്ട്. കർത്താവിൻ്റെ വരവിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ രാജ്യത്തിൽ എല്ലാം വിശുദ്ധമാകും. സക്കറിയ പ്രവചനം 14:20 പറയുന്ന എല്ലാം അവിടെ യൂസ് ചെയ്യുന്ന എല്ലാ കലങ്ങൾ പോലും വിശുദ്ധമാകും എന്നാണ് പറയുന്നത്. റോമർ 8:19 സൃഷ്ടി ദൈവത്തിൻ്റെ വെളിപ്പാടിനെ ആകാംക്ഷയോട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് മൃഗജാലങ്ങൾക്കെല്ലാം വിടുതലുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അന്ന് ആദാമിനെയും ഹവ്വായെയും ഏദൻ തോട്ടത്തിൽ ശപിച്ചു കഴിഞ്ഞപ്പോഴേ ഭൂമി മുഴുവൻ ശാപഗ്രസ്തമായി തീർന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വലിയൊരു വ്യത്യാസം, അതിൽ നിന്ന് മാറിയ ശാപമെല്ലാം മാറിയൊരു വ്യത്യാസം ഉണ്ടാവും. മൃഗങ്ങൾക്ക് പോലും വിടുതൽ സംഭവിക്കും. പ്ലാന്റ്സിന് പോലും, ഇപ്പം നമ്മൾ പറയുന്ന റോസായ്ക്ക് മുള്ളു കാണത്തില്ല. നമ്മുടെ നാട്ടിൽ പറയുന്ന നെഗറ്റീവായിട്ടുള്ള ഒന്നും കാണത്തില്ല. തെങ്ങിനിൽ നിന്ന് കള്ളുണ്ടാവത്തില്ല, തെങ്ങിൽ നിന്ന് തേങ്ങ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള രീതിയിൽ മാറുന്നൊരവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ്. മൃഗങ്ങൾക്ക് വന്യതയില്ലാതെയായിത്തീരും. കഴിഞ്ഞ ഈ ദാനിയലിനെ സിംഹക്കുഴിയിൽ ഇട്ട സമയത്തുള്ള ഒരു അനുഭവം അറിയാമല്ലോ. സിംഹം വന്ന് പിടിച്ചില്ല. കാര്യം എന്താണ്? ആ വന്യത ഇല്ലാതെയായ ഒരു അനുഭവം നമ്മൾക്ക് കാണാനായിട്ട് ഒരു ഷാഡോ ആയിട്ട് നമ്മൾ കാണുകയായിരുന്നു. യെശയ്യാവ് 11-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കും. ആ സമയത്തുള്ള ചേഞ്ചാണ്, ദൈവം ആഗ്രഹിക്കുന്ന ചേഞ്ചാണത്. ആ രീതിയിലാണ് ഉണ്ടാകുന്നത്. ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? പുള്ളിപ്പുലി കോലാട്ടോടി കിടക്കും. പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പശു കരടിയോട് മേയും അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. മുല കുടിക്കുന്ന ശിശു സർപ്പത്തിൻ്റെ ബോധിങ്കിൽ കളിക്കും. മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. യഹോവയുടെ പരിജ്ഞാനത്തിൽ ഭൂമി നിറയുന്നുണ്ട്. ഇതെല്ലാം 1000 ആണ്ട് വാഴ്ചയിലെ ആശ്ചര്യമായി നടക്കുന്ന കാര്യമാണ്. കാർണിവോറസായിട്ടുള്ള മൃഗങ്ങൾ ഹെർബിവോറസ് ആവും. അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കുന്നതൊക്കെ മാറി വന്യതയെല്ലാം മാറും. കൃഷിയിൽ നിന്ന് ഫലം കിട്ടും. ഭൂമി അതിൻ്റെ വിളവ് തരും. ഇപ്പം ഭൂമിയിൽ കൃഷി ചെയ്താലും വിളവ് കിട്ടത്തില്ല. എത്ര നോക്കിയിട്ടും വിളവ് കിട്ടുന്നില്ലല്ലോ. ഭൂമിയെ ശപിച്ച ശാപമെല്ലാം മാറും. യെശയ്യാവ് 7:21 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴേ, അന്നാളിൽ ഒരുത്തനൊരു പശുക്കിടാവിനെയും 2 ആട്ടിനെയും വളർത്തും. അവയെ കറന്നു കിട്ടുന്ന പാലിൻ്റെ പെരുപ്പം കൊണ്ട് അവൻ തൈര് തന്നെ കൊറ്റു കഴിക്കും. ദേശത്ത് ശേഷിക്കുന്ന ഏവരുടെയും ആഹാരം തൈരും തേനുമായിരിക്കും. അപ്പോഴേ ഈ നോക്കിയ അത് പശുവിൻ്റെ പാലിൻ്റെ പെരുപ്പം. അതുപോലെ ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് ഇപ്പം എത്ര നോക്കിയാലും നേരത്തെയൊക്കെ ഒരു 1950-60-കളിലൊക്കെ 1 ലിറ്റർ 2 ലിറ്ററൊക്കെ പാലേ കിട്ടുള്ളായിരുന്നു. എന്നാൽ ഈ നാളുകളിൽ ശാസ്ത്രം പുരോഗമിച്ച് വന്നപ്പോഴത്തേക്ക് പശുവിൻ്റെ പാലൊക്കെ പല ഹൈബ്രിഡ് വെറൈറ്റികളെയൊക്കെ വളർത്തി ഇപ്പം 105 ലിറ്റർ പാല് വരെ കറക്കുന്ന പശുക്കളുണ്ട്. എന്നാൽ അതിനേക്കാളും
വലിയ ഒരു അഭിവൃദ്ധിയാണ് ഇവിടെ ഉണ്ടാകുന്നത്. പാലിൻ്റെ പെരുപ്പം കൊണ്ട് ആഹാരം തൈരും തേനുമാവും എന്ന് പറയുന്നുണ്ട്. അത്രയ്ക്കൊരു ഒരു പശുക്കിടാവിനെയും 2 ആട്ടിനെയും കൊണ്ട് ജീവിക്കാൻ പറ്റുന്നൊരു അനുഭവത്തിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ യെശയ്യാവ് 65:25 വീണ്ടും വായിക്കാം. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും, സിംഹം കാളം എന്ന പോലെ വൈക്കോൽ തിന്നും, സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും, എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ചെയ്യുകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. കർത്താവ് രാജ്യം ഏറ്റെടുക്കുമ്പോൾ ശാപഗ്രസ്തമായ ഭൂമി ശാപം മാറും. എന്നാൽ ഒരു കാര്യമുണ്ട്, മനുഷ്യൻ ഇതൊക്കെ പറഞ്ഞാലൊന്നും അവൻ വിശ്വസിക്കത്തില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവിശ്വാസമുള്ളൊരു ഹൃദയമാണ് അവനുള്ളത്. പഴയ നിയമകാലത്ത് ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൽ ശബത്തിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു, ജൂബിലി ഇയറിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. 6 ദിവസം നിങ്ങൾ വേല ചെയ്യണം, 7-ാം ദിവസം സ്വസ്ഥമായിരിക്കണം. ജൂബിലി ഇയറിൽ 25:18 പറയുന്ന, ലേവ്യ പുസ്തകം 25:18 പറയുന്ന, ഭൂമി അതിൻ്റെ ഫലം തരും. അതിന് ചില കണ്ടീഷനുണ്ട്. ആ കണ്ടീഷൻ നിങ്ങൾ പ്രമാണിക്കണം. ആ വിധികൾ പ്രമാണിച്ചാൽ ഭൂമി അതിൻ്റെ ഫലം തരും. മരുഭൂമിയിൽ വെച്ച് മന്ന പെറുക്കുമ്പോഴും ദൈവം അങ്ങനെ തന്നെ പറഞ്ഞു, 6-ാം ദിവസം നിങ്ങൾക്ക് 2 ദിവസത്തെ മന്ന പെറുക്കാം. എന്നാൽ ഈ ശബത്ത് ആചരിക്കുകയും ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ പാലിക്കുകയും ചെയ്യാതിരുന്ന് മനുഷ്യന് അവിടെ ഇസ്രായേൽ മക്കൾ അവസാനം പ്രവാസത്തിലേക്ക് പോകാനായിട്ട് ഇടവന്നായിട്ട് നമ്മൾ കാണുന്നു. ഇന്നും കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ആ ഒരു സെൻസിൽ നിന്ന് എടുക്കാറില്ല. ഇന്ന് പലപ്പോഴും അതനുസരിക്കാതെ നമുക്ക് തന്നിഷ്ടമായിട്ടുള്ളതിൽ പോയിട്ട് അവസാനം അതിൻ്റെ എൻഡിൽ നാശം വന്നു ചേരുന്നതായിട്ട് കാണുന്നു. ബൈബിളിൽ 1/4 പ്രവചന രൂപേണയാണ് തന്നിരിക്കുന്നത്. 18 പ്രവചന ഗ്രന്ഥങ്ങളാണ് ഉള്ളത്. 17 എണ്ണം ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലും 1 എണ്ണം ന്യൂ ടെസ്റ്റ്മെൻറ്റിലും. ഇത് ലോകത്തെ പറ്റിയും മനുഷ്യനെ പറ്റിയും ഒക്കെയുള്ള പ്രവചനങ്ങളാണ് കൂടുതലും ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ന്യൂ ടെസ്റ്റ്മെൻറ്റിലുള്ളത് യോഹന്നാൻ്റെ വെളിപ്പാടാണ്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രവചനങ്ങളുണ്ടെങ്കിലും ശരിക്കും എടുത്തു പറയാനായിട്ടുള്ളത് ദാനിയേലിൻ്റെ പ്രവചനമാണ്. അപ്പോൾ നമ്മുടെ പഠനം കൂടുതലായിട്ട് ദാനിയേലിൻ്റെ പ്രവചനവും അതുപോലെ ഈ വെളിപ്പാട് പുസ്തകവും കൂടെ കൂടുതൽ ലിങ്ക് ചെയ്തായിരിക്കും നമ്മൾ പഠിക്കുക. ദാനിയേലിൻ്റെ പ്രവചനത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൻ്റെ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്ന പോലെ ഒരു സംഭവമാണ്. ഒരു ബിൽഡിങ് പണിയുമ്പോൾ അതിനകത്തൊരു സൂപ്പർ സ്ട്രക്ചറാണ്. അതിനോട് കൂടിയാണല്ലോ ബാക്കിയുള്ളതെല്ലാം ഈ വുഡ്സ്, ഇഷ്ടിക, അതുപോലെ വുഡ്, ഇതെല്ലാം അതിനോടാണ് ചേർത്ത് ഫിറ്റ് ചെയ്യുന്നത്. മറ്റുള്ള പ്രവചനങ്ങളെല്ലാം ദാനിയേൽ പ്രവചനവുമായിട്ട് ബന്ധിപ്പിച്ച് കിടക്കുന്നു എന്ന് നമ്മൾ ഓർക്കുക. അപ്പോകാലിപ്സസ് അഥവാ അൺവീലിംഗ്, മറ നീക്കൽ എന്നുള്ള ഒരു മീനിങ്ങിലാണ് ഈ വെളിപ്പാട് അല്ലെങ്കിൽ ഈ പ്രവചനത്തെ ഗ്രീക്ക് ടേമിൽ പറയുന്നത്. പ്രധാനമായിട്ടും ഈ പ്രവചനങ്ങൾ കാണുന്നത് ദാനിയേലും അതുപോലെ യോഹന്നാൻ്റെ പുസ്തകങ്ങളിലാണുള്ളത്. ദാനിയേലെ അറിയാം, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേല് എന്ന് പറഞ്ഞ് ദൈവം വിളിച്ച് പറയുന്നുണ്ട്, 3 പ്രാവശ്യം പറയുന്നുണ്ട്. അതുപോലെ യോഹന്നാനും യേശു ഏറ്റവും സ്നേഹിച്ച ശിഷ്യനായി കാണുന്നുണ്ട്. ഇവർ 2 പേരും പ്രവചനം എഴുതുന്നത് പ്രവാസത്തിൽ കിടന്നുകൊണ്ടാണ്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക, 2 പേരും പ്രവചനം എഴുതുന്നത് പ്രവാസത്തിൽ കിടന്നുകൊണ്ടാണ്. ദാനിയേൽ ബാബേൽ പ്രവാസത്തിലായിരുന്നു, യോഹന്നാന് പത്മോസ് ദ്വീപിൽ ആയിരുന്നു. നാം ശ്രദ്ധിച്ചാൽ അറിയാം, ഇവരുടെ പ്രായം അതുപോലെ തന്നെ ഏകദേശം 90 വയസ്സോളം ആയിട്ടുണ്ടായിരുന്നു. വൃദ്ധന്മാരായിട്ടാണ് ഇവർ മരിച്ചത്. 2 പേരും യേശുക്രിസ്തുവിനെ കുറിച്ച് ഉള്ള വെളിപ്പാട് കിട്ടിയിട്ടുണ്ട്. ഈ വെളിപ്പാട് കിട്ടിയപ്പോഴേ അവർ 2 പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്, അവർ മരിച്ചവരെ പോലെ ആ പാദത്തിൽ വീണതായി കാണുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഞാനിത് ഒരുമിച്ച് ചിന്തിക്കുന്ന കാര്യം, നമുക്ക് കോമൺ ആയിട്ട് ഒരുപാട് ഫാക്ടർ ഉണ്ടല്ലോ. ദാനിയേലിൻ്റെ പുസ്തകം പഴയ നിയമത്തിലെ 27ാമത്തെ പുസ്തകമാണ്. വെളിപ്പാട് പുസ്തകം പുതിയ നിയമത്തിലെ 27ാമത്തെ പുസ്തകമാണ്. ഒക്കെ ദൈവം ഈ വിധത്തിലാണ് ഇത് ക്രമീകരിച്ച് നമുക്ക് നൽകിയിരിക്കുന്നത്. ദാനിയേലും വെളിപ്പാടും. ദാനിയേലിന് ദൈവം കൊടുത്ത വെളിപ്പാട് ജാതികളോടും രാഷ്ട്രങ്ങളോടും ഉള്ള ബന്ധത്തിലാണ്. എന്നാൽ യോഹന്നാന് ദൈവം കൊടുത്ത വെളിപ്പാട് സഭയോടുള്ള ബന്ധത്തിലാണ്. ദാനിയേലിൻ്റെ വെളിപ്പാടൊക്കെ ആക്യുറേറ്റായിട്ട്
പലയിടത്തും പറഞ്ഞു, കറക്റ്റ് പറഞ്ഞു, അത് സംഭവിച്ചത് ഇരിക്കുന്നു, ആ പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിച്ചു. അതുകൊണ്ട് എന്താണ് ക്രിറ്റിക്സ് ഇത് പറയുന്നത്? ഇത് പിന്നീട് എഴുതിയ ലേഖനമാണ് എന്ന് ആരോപണം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ പ്രവചനങ്ങൾ അങ്ങനെയുള്ള ഒന്നും അല്ലാന്ന് നമുക്ക് തന്നെ അറിയാം. ആ ക്രിറ്റിക്സ് പറയുന്നത് എങ്ങനെയാണ്, ഇത് പിന്നീട് എഴുതിയാണ്. കാരണം അത്രയ്ക്ക് അതിൽ പറയുന്ന ഡേറ്റ് വരെയും അതിനകത്ത് ഇയറെല്ലാം കറക്റ്റായിരുന്നു. എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇതൊക്കെ ഉണ്ടായിട്ടും ഈ പ്രവചനം ആളുകൾ പഠിപ്പിക്കാനായിട്ട് ഇന്ന് താല്പര്യം കാണിക്കുന്നില്ല. പ്രവചനം ഇന്ന് പലരും പഠിപ്പിക്കുന്നില്ല. കാരണം ഒന്നുകിൽ അത് പഠിക്കാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അധികം അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം. എന്തായാലും ഈ പ്രവചനങ്ങളൊന്നും പലരും പഠിപ്പിക്കുന്നില്ല. സ്വർഗം, നരകം മുതലായിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമാണ്. മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാകുന്ന ഒന്നല്ല, സ്പിരിച്വൽ വേൾഡിലുള്ളതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അധികം ആരും സംസാരിക്കാറില്ല. അത് സംസാരിക്കുന്നവരെ കുറിച്ച് തന്നെ മോശമായിട്ട് എപ്പോഴും അയാൾ അതേ പറയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഒരുപാട് കൺഫ്യൂഷൻസ് ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ബൈബിളിനെ കുറിച്ച് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഒക്കെ പറയുമ്പോഴേ, പ്രസംഗിക്കുമ്പോഴേ ഭാവി കാര്യങ്ങളല്ലേ അത് ദൈവം നോക്കിക്കൊള്ളും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട്. ഭാവി കാര്യങ്ങളെക്കുറിച്ച് നമ്മളെന്തിനാണ് ഇത്രയും ചിന്തിക്കുന്നത്? ദൈവം നോക്കിക്കോളുമല്ലോ, നമ്മളെന്തിനാണ് അതിനകത്ത് ഇത്രയും തലയിട്ട്? അത് മാത്രമല്ല, പലരും അത് പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. ആ കാര്യം ശരിയാണ്. ഒരു വാക്യം തന്നെ എടുത്ത് പല ദൈവദാസന്മാർ പല രീതിയിൽ പറയുമ്പോഴേ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ശരിയാണ്. എന്നാൽ ഈ പ്രവചന പഠനം നമുക്ക് അറിയേണ്ട ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പലരും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരിക്കും പ്രവചനത്തിൻ്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കി അതിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും തെറ്റില്ലല്ലോ, അത് നമ്മളെ പ്രാവർത്തികമാക്കാനായിട്ട് നമ്മൾ പഠിക്കണം. ഇനി തരണത്തിൽ 1-2 വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. 2 പത്രോസ് 1:19 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങൾ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. ഒരു വിളക്ക് പോലെ ഈ പ്രവചനങ്ങൾ നമ്മൾ കരുതിക്കൊള്ളണം. പ്രവചനം ദൈവമക്കൾക്ക് നൽകുന്ന പ്രയോജനം വളരെയാണ്. കാരണം പ്രവചനം ഇരുണ്ട സ്ഥലത്ത് അതിനെ പ്രകാശിപ്പിക്കുന്ന പോലെയാണ്. അത് പ്രകാശിപ്പിക്കുന്ന ശക്തി ഏതാണ്? അത് പരിശുദ്ധാത്മാവാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുപോലെ തന്നെ 2 പത്രോസ് 1:21 ഇങ്ങനെയായിരിക്കുന്നത്: പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. അതിനാൽ പ്രേരിതമായി അത് വ്യാഖ്യാനിക്കുകയും തിരുവെഴുത്തിലെ ലളിതമായിട്ടുള്ള ഭാഗങ്ങൾ കൊണ്ട് ആ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളതിനെ കോറിലേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴേ പ്രവചന പഠനം ഈസിയായി തീരും എന്നുള്ളതാണ്. പല കാര്യങ്ങളും ശാസ്ത്രം പുരോഗമിച്ചതിനാൽ നമുക്ക് മനസ്സിലാവും. എന്നാൽ AD 90 എഴുതിയ കാര്യങ്ങൾ ആ പല സമയങ്ങളിൽ അത് റെലവൻ്റ് ആയിരുന്ന ഇല്ല. എന്നാൽ ഇന്ന് ശാസ്ത്രം അതെല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോഴേ നമുക്ക് ആ വെളിപ്പാട് പുസ്തകത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അത് ഇന്ന് ശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഒരു ഉദാഹരണമാണല്ലോ, ദൈവം അയച്ച 2 പേര് വരുമെന്നും, ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണ സമയത്ത് അവർ വരുമെന്നും അവരുടെ തല യെരുശലേമിലെ തെരുവീതികൾ 3 ദിവസം കിടക്കുമെന്നും അത് ലോകം മുഴുവൻ കാണുമെന്നും ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. നമ്മളത് വെളിപ്പാട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കും. അപ്പോഴത് അന്ന് പറയുമ്പോഴേ ആൾക്കും മനസ്സിലാവത്തില്ലായിരുന്നു അതെങ്ങനെയാണെന്നുള്ളത്. ആ സമയത്ത് എങ്ങനെയാണ് ലോകം മുഴുവൻ കാണുന്നതെന്നൊക്കെ ചിന്തിക്കും. എന്നാൽ ശാസ്ത്രം വളർന്നു, ടെലിവിഷനൊക്കെ ആയ സമയത്ത് നമ്മളോടത് പറഞ്ഞാൽ ആൾക്ക് വിശ്വസിക്കാൻ പറ്റും. കാരണം ലോകത്തിൽ ഒരറ്റത്ത് നടക്കുന്നതെല്ലാം നമ്മൾ കാണും എന്നുള്ളത് കൊണ്ട് അത് നമുക്കത് വിശ്വസിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് പ്രവചന പഠനം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് ഈ കാലങ്ങളിൽ ജനങ്ങൾ കൂടുതലായിട്ട് പഠിക്കണം. എങ്കിൽ മാത്രമേ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളുടെ ആ പൂർണ്ണ അളവിൽ അത് നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. അതെന്തിനാണത് മനസ്സിലാക്കുന്നത് ചോദിച്ചാൽ കർത്താവിൽ നമ്മൾ കൂടുതൽ ഉറയ്ക്കുകയും സന്തോഷിക്കുകയും ചെയ്യാനായിട്ടുള്ള കാരണമായി തീരും എന്നുള്ളതാണ്. എൻ്റെ സമയം ഇവിടെ അവസാനിച്ചു.
നമ്മൾ ആമുഖമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞത്. പ്രവചനത്തെക്കുറിച്ചാണ് ഇപ്പം പറഞ്ഞത്. പ്രവചനം നമ്മൾ പഠിക്കേണ്ട ആവശ്യം, പ്രത്യേകിച്ച് ഡാനിയേലിൻ്റെ പ്രവചനവും അതുപോലെ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന കാര്യങ്ങളോട് കോറിലേറ്റ് ചെയ്ത് ഞാൻ പറയുകയായിരുന്നു. ഇനിയും നമുക്ക് തുടർന്ന് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇന്ന് ഇത് കേട്ടവർക്ക് എല്ലാം ഇത് അനുഗ്രഹമായി എന്ന് വിചാരിക്കുന്നു. തുടർന്ന് നിങ്ങളിത് കേൾക്കണം. നാളെയും ഇതുണ്ടാവും. ഇത് നിങ്ങൾ കേൾക്കണം. ഇത് തീർച്ചയായും നമുക്ക് ജീവിതത്തിൽ അനുഗ്രഹപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ പലപ്പോഴും ഇത് വിശ്വസിക്കത്തില്ല എന്നുള്ള ഒരു കാര്യമാണുള്ളത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനമായതിനാൽ അതിൽ വള്ളിയോ പുള്ളിയോ വ്യത്യാസമില്ലാതെ പരിശുദ്ധ നിയമവും പ്രാപിച്ചിട്ട് സംസാരിച്ച ദൈവത്തിൻ്റെ വചനങ്ങൾ അത് നമ്മൾ ഏറ്റെടുക്കുകയും ജീവിതത്തിൽ വലിയ രൂപാന്തരം വരുത്തുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇന്ന് ഈ വചനം കേട്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രവചനം കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്നതാണ്. അത് കർത്താവെ ഞങ്ങളുടെ അന്ധകാരത്തിൽ ഞങ്ങൾക്ക് വിളക്ക് പോലെ പ്രകാശിക്കുന്നതാണ്. കർത്താവെ, അതിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിനാലാണ്. അത് എഴുതപ്പെട്ടത് കർത്താവെ ദൈവകൽപ്പനയാൽ ആണ് എഴുതപ്പെട്ടതെന്ന് ഞങ്ങൾ അറിയുന്നു. അതിനാൽ അത് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ അപഗ്രഥിക്കുവാനായിട്ട് കർത്താവെ നീ ഞങ്ങളെ കൂടുതലായിട്ട് ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വചനം ഞങ്ങൾക്ക് എത്ര ഭംഗിയായി നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നല്ലോ. നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നു, എന്നാൽ ഇപ്പോഴേ അതെല്ലാം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഷയിൽ തന്നെ എഴുതപ്പെട്ട് തന്നിരിക്കുന്നല്ലോ. അതുകൊണ്ട് ഇത് വായിക്കുവാനും ധ്യാനിപ്പാനും ഈ ദിവസങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് രോഗികളായിരിക്കുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ലിവറും അതുപോലെ ഇൻറ്റസ്റ്റിനുമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത ചില പ്രയാസങ്ങളിലുള്ള പ്രിയപ്പെട്ടവരെ ഇന്ന് നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരളിനുള്ള ചില പ്രയാസങ്ങൾ കർത്താവെ, അത് മരുന്നുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ അത് ക്യൂർ ആവുമോ എന്നുള്ള സംശയം ഡോക്ടർ പറഞ്ഞു. ട്രാൻസ്പ്ലാന്റ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ ചില വ്യക്തികൾ കർത്താവെ ഈ സമയങ്ങളെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒന്നും നിനക്ക് അസാധ്യമായിട്ടില്ലല്ലോ. നീ സാധ്യമാക്കി കൊടുക്കുന്ന ദൈവമാണ്. സ്തോത്രം. കർത്താവെ, അസുഖങ്ങൾ പൂർണ്ണമായിട്ട് വിടുവിക്കണമേ, അസുഖങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. കർത്താവെ, ആ സിറോസിസ് എല്ലാം മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഡസ്റ്റിനകത്തുള്ള പ്രയാസങ്ങൾ കർത്താവെ, അത് ബൾജ് ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കർത്താവെ. അതെല്ലാം കർത്താവെ ഈ ദിവസങ്ങളിൽ അതെല്ലാം നോർമലായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് വലിയ സൗഖ്യം കൊടുക്കുന്ന ദൈവമാണ്. സ്തോത്രം. നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ വലിയ വിടുതലുകൾ ഈ ദിവസം കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാണമേ. ആമേൻ. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം ദൈവം അനുഗ്രഹിക്കും. തുടർന്ന് നമ്മൾ കാണണം. ഇതെല്ലാ ദിവസവും 9:30 തൊട്ട് 10 മണി വരെ നിങ്ങളുടെ യൂട്യൂബിനകത്ത് നിങ്ങൾക്കിത് ആക്സസിബിളാണ്. പ്രത്യേകിച്ച് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണം. പ്രെയർ റിക്വസ്റ്റ് ആ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ അയച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.